അടുത്ത ജയശങ്കർ, ഇപ്പോൾ പൾസർ സുനിയുടെ പ്രായം, പൾസർ സുനിയുടെ അമ്മ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു കാര്യം, വിജീഷിന് സ്വന്തം വീടിനടുത്തുള്ള ജയിലിൽ തന്നെ വേണമെന്ന കാര്യം, ഇതൊക്കെ പരിഗണിക്കണം എന്നുള്ളതാണ് ആവശ്യം. ഇപ്പോൾ ഈ കൂട്ടബലാത്സംഗ കുറ്റം തെളിഞ്ഞു എന്നുള്ളത് കൊണ്ട്, കുറ്റക്കാരാണെന്ന് കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് 20 വർഷം നിയമം അനുശാസിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഈ പറയുന്ന നോക്കൂ, അങ്ങേക്ക് വ്യക്തിപരമായി അറിയാവുന്നതായിരിക്കും. ഈ അതിജീവിതയുടെ അച്ഛൻ മരിച്ചിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ പെൺകുട്ടി ഒറ്റയ്ക്കുള്ള യാത്രകൾ ഒരുപക്ഷെ തുടങ്ങിയ സമയമാണ്. നമുക്ക് 2012 നിർഭയ കേസ് ഓർമ്മയുണ്ടല്ലോ. കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഓടുന്ന വാഹനം എന്നുള്ളതാണ്. നിസ്സഹായതയുടെ അങ്ങേയറ്റം എന്ന നിലയ്ക്ക് നോക്കിക്കാണാൻ കഴിയുന്നുണ്ട് എനിക്ക് ഈ കാലഘട്ടങ്ങളിലാകെ ആ 2 പെൺകുട്ടികളെയും. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇപ്പോൾ നോക്കൂ, ചെറിയ കുട്ടിയാണെങ്കിൽ ചെറിയ ക്രിമിനൽ ആണെങ്കിൽ, ചെറിയ പ്രായമുള്ള ക്രിമിനൽ ആണെങ്കിൽ ചെറിയ പ്രായമുള്ള ക്രിമിനൽ എന്ന ആനുകൂല്യം, ഇനി 30കളിലാണെങ്കിൽ ജീവിതം അവസാനിച്ചു പോകുമല്ലോ എന്ന ആനുകൂല്യം, ഇനി വാർദ്ധക്യത്തിലാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന ആനുകൂല്യം. എന്തൊക്കെ ആനുകൂല്യങ്ങൾ നൽകിയാൽ മതിയാകും? അല്ല, ഈ ശിക്ഷ ഇളവ് കൊടുക്കുന്നതിന് പറഞ്ഞിട്ടുള്ള ന്യായവാദമൊന്നും ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല. കാരണം എന്ന് വെച്ചാൽ ഈ 35 വയസ്സുള്ള ഒരാൾക്ക് എന്തിൻ്റെ പേരിലാണ് ആനുകൂല്യം കൊടുക്കുക? മാത്രമല്ല, പല പ്രതികൾക്കും പല പ്രായമല്ല. ഇവരാരും തന്നെ 17കാരോ 18കാരോ അല്ലെങ്കിൽ 19, 20, 21 വയസ്സുള്ളവരല്ല. ആ പ്രായത്തിലൊക്കെയാണ് അറിവില്ലാത്ത പ്രായത്തിൻ്റെ ഒരു അവിവേകം കൊണ്ട് ചെയ്തു പോയി എന്ന് വേണമെങ്കിൽ പറയും. ഇതങ്ങനെയല്ല. ഇത് വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് മുന്നൊരുക്കത്തോടുകൂടി ഗൂഢാലോചന ചെയ്ത് നടപ്പാക്കിയ സംഭവമാണ്. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ആൾ അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തു എന്ന് കരുതപ്പെടുന്ന വ്യക്തി, അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വേണ്ടത്ര പര്യാപ്തമായ തെളിവുകളില്ല, അദ്ദേഹത്തെ ഒഴിവാക്കി. അത് നമുക്ക് മനസ്സിലാക്കാം തെളിവിൻ്റെ അഭാവത്തിൽ. ഈ 6 പേർക്കെതിരെ വ്യക്തമായ തെളിവുണ്ട്. മാത്രമല്ല, ഇത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്ത കുറ്റവും കൂടെയുള്ള ആളുകൾ ആ കൂടെ പോയതുകൊണ്ട് അതിൽ പ്രതികളായപ്പെട്ടവരുമല്ല. ഇവർ 6 പേരും വളരെ കൃത്യമായിട്ട് ആലോചിച്ച് ഗൂഢാലോചന നടത്തിയ കുറ്റകൃത്യമാണ്. അപ്പോൾ പൊതു ഉദ്ദേശമുണ്ട് 6 പേർക്കും. മാത്രമല്ല, അവരുടെ കുടുംബ പശ്ചാത്തലത്തിലൊന്നും യാതൊരു പ്രസക്തിയില്ല. ഇവർ പണക്കാരുടെ വീട്ടിൽ നിന്ന് വരുന്നവരാണോ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നവരാണോ? ഇതങ്ങനെ സോഷ്യലിസം നടപ്പാക്കാനുള്ള ഒരു വേദിയല്ലല്ലോ. കോടതിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പരിഗണനകളൊന്നും ഈ കേസിൽ കൊടുക്കേണ്ടതില്ല. മാത്രമല്ല, ഇയാൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആരുടെ കുറ്റമല്ല അയാളുടെ അച്ഛൻ മരിച്ചു പോയത്, അല്ലെങ്കിൽ അയാൾ ഇതുവരെ കല്യാണം കഴിക്കാത്തത്. ഇയാളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് തന്നെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ്. ഇവരാദ്യമായിട്ടൊരു കുറ്റത്തിൽ പെടുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊബേഷണറി ഒഫൻഡേഴ്സ് ആക്ട് ഒന്നും ആപ്ലിക്കബിൾ ആക്കേണ്ട കേസും അല്ല ഇത്. ഇത് വളരെ ഹീനമായൊരു കുറ്റകൃത്യം തെളിഞ്ഞതിന് ശേഷം കോടതിക്ക് വിവേചനാധികാരമുണ്ട്. പക്ഷേ വിവേചനാധികാരം ഇതുപോലെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. 20 കൊല്ലം ഒരു ചെറിയ ശിക്ഷയല്ലെന്ന് പറയുമ്പോൾ തന്നെ കോടതി ഇവർക്ക് ഇളവ് കൊടുക്കാൻ ഉപയോഗിച്ച കാര്യം, അതിന് പറഞ്ഞ കാരണം സത്യം പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും തന്നെ ബോധ്യപ്പെടുന്ന ഒന്നല്ല. പിന്നെ കോടതിയുടെ വിവേചനാധികാരമാണ്. ആ വിവേചനാധികാരത്തിന് മീതെ അപ്പീലുണ്ടെന്നുള്ളതാണ് നമ്മുടെ ആശ്വാസം. അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പീലിൽ ഈ കാര്യങ്ങൾ പരിഗണിക്കപ്പെടും എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം.